പ്രിയപ്പെട്ട സുഹൃത്തെ, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ അപ്ഡേഷൻസ് എങ്ങാനും വൈകിയാൽ അത് തീർച്ചയായിട്ടും നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടി അത് ഒരു ഭാരമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അതേ ദിവസം തന്നെ ചെയ്തു പോയാൽ ഒരിക്കലും നമുക്ക് പ്രിപ്പറേഷനിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. Which company in India is going to restart caprolactam production after a gap of more than 7 years? 7 വർഷത്തിലധികം ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഏത് കമ്പനിയാണ് കാപ്രലാക്ടം ഉൽപാദനം പുനരാരംഭിക്കാൻ പോകുന്നത്? FACT ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ഇന്ത്യയിൽ 7 വർഷത്തിലധികം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാപ്രലാക്ടം ഉൽപാദനം പുനരാരംഭിക്കാൻ പോകുന്നു. ഒരു പെട്രോകെമിക്കൽ ഉൽപ്പന്നമായ കാപ്രലാക്ടം അടിസ്ഥാനപരമായി നൈലോൺ ആറിന്റെ ഉൽപാദനത്തിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ടയർ, കയറുകൾ, മത്സ്യബന്ധന വലകൾ, ഫിലമെന്റ്, നൂൽ, എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്, മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അസംസ്കൃത വസ്തുവാണ്. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കമ്പനിയും ഫാക്റ്റുമാണ് രാജ്യത്ത് കാപ്രലാക്ടമിന്റെ ഉൽപാദകർ. What is the percentage of women police in the civil police force by 2020? 2020 സിവിൽ പോലീസ് സേനയിലെ വനിതാ പോലീസിന്റെ ശതമാനം എത്രയാണ്? 12%. ഇന്ത്യയിൽ പോലീസ് ഫോഴ്സിൽ വനിതകളുടെ സാന്നിധ്യം 12% മാത്രമേയുള്ളൂ. ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ 8.7%. ബീഹാറിലാണ് വനിതാ പോലീസിന്റെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ളത്, 25.3%. ഏറ്റവും കുറവ് ഉള്ളത് ജമ്മു കാശ്മീരിൽ 3.3%. കേരളത്തിലാണെങ്കിൽ 7.2% മാത്രമേയുള്ളൂ. 0.26% മാത്രമാണ് ഗസറ്റഡ് റാങ്കിൽ കേരളത്തിൽ വനിതാ പോലീസ് ഓഫീസേഴ്സിന്റെ സാന്നിധ്യം. What is the name of the 100-day campaign to create more and more ODF plus villages by undertaking wastewater management? മലിനജല പരിപാലനം ഏറ്റെടുത്ത് കൂടുതൽ ODF പ്ലസ് ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള 100 ദിവസ ക്യാമ്പയിന്റെ പേരെന്താണ്? സുജലം. ജലശക്തി മന്ത്രാലയം സുജലം എന്ന 100 ദിവസ ക്യാമ്പയിൻ 2021 ഓഗസ്റ്റ് 25 ആരംഭിച്ചു. ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമീണ തലത്തിൽ മലിനജല കൈകാര്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ODF പ്ലസ് ഗ്രാമങ്ങൾ സൃഷ്ടിക്കുക, പ്രത്യേകിച്ച് 1 ദശലക്ഷം സോക്ക് പിറ്റുകൾ, മറ്റു ഗ്രേ വാട്ടർ മാനേജ്മെന്റും പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഉദ്ദേശം. ഇന്ന് പല ഗ്രാമങ്ങളിലും സേഫ്റ്റി ടാങ്കിന് പകരമായിട്ട് സാധാരണ റിങ്ങുകൾ ഇറക്കിക്കൊണ്ടുള്ള സേഫ്റ്റി ടാങ്കാണ് പണിയുന്നത്. ഇതിന്റെ അടിവശം പൊതുവെ ഓപ്പൺ ആയിരിക്കും. ഇങ്ങനത്തെ 1 ദശലക്ഷം സോക്ക് പിറ്റുകളാണ് 100 ദിവസം കൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. What is the name of the 5th edition of Indo-Kazakhstan Joint Training Exercise which start on 30 August 2021? 2021 ഓഗസ്റ്റ് 30 ആരംഭിക്കുന്ന ഇൻഡോ കസഖ്സ്ഥാൻ സംയുക്ത പരിശീലന വ്യായാമത്തിന്റെ 5ാം പതിപ്പിന്റെ പേരെന്താണ്? കാസിഡ് 21. സൈനിക നയതന്ത്രത്തിന്റെ ഭാഗമായി കസഖ്സ്ഥാനുമായുള്ള വളരുന്ന തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ കസഖ്സ്ഥാൻ സംയുക്ത പരിശീലന വ്യായാമത്തിന്റെ 5ാം പതിപ്പ് കാസിഡ് 21 കസഖ്സ്ഥാനിലെ ഐഷ ബീബിയിൽ പരിശീലന നോഡിൽ 2021 ഓഗസ്റ്റ് 30 മുതൽ 11 സെപ്റ്റംബർ വരെ നടക്കും. ഇതിൽ ബീഹാർ റെജിമെന്റിലെ 90 സൈനികരാണ് പങ്കെടുക്കുന്നത്. In which country is the International Military Technical Forum Army 2021 being held with the participation of DRDO and MOD? അന്താരാഷ്ട്ര സൈനിക സാങ്കേതിക ഫോറം ആർമി
2021 DRDO MODയുടെ പങ്കാളിത്തത്തോടെ ഏത് രാജ്യത്താണ് നടക്കുന്നത്? റഷ്യ. അന്താരാഷ്ട്ര സൈനിക സാങ്കേതിക ഫോറം ആർമി 2021 റഷ്യയിൽ മോസ്കോ കുബിൻക എന്ന സ്ഥലത്താണ് നടക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ മിലിറ്ററി എക്സ്പോർട്ടിംഗ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള LCA തേജാസ്, എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, ഹെലീന, നാഗ്, സർവലൻസ് റഡാർ രോഹിണി എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട്. DRDO, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൂടാതെ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ ഇന്റർനാഷണൽ മിലിറ്ററി ടെക്നിക്കൽ ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട്. Who has been appointed as Joint Secretary in the Ministry of Cooperation? സഹകരണ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി ആരെയാണ് നിയമിച്ചത്? അഭയ് കുമാർ സിംഗ്. 2021 ഓഗസ്റ്റ് 23 പേഴ്സണൽ മിനിസ്ട്രിയും പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി എന്ന പദവിയിൽ അഭയ് കുമാർ സിംഗിനെ നിയമിച്ചു. ബീഹാർ കാഡറിലുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭയ് കുമാർ സിംഗ് ആണ് ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത്. Who won the first gold medal of the Paralympics Games on the first day of competitions? മത്സരങ്ങളുടെ ആദ്യ ദിവസം പാരലിമ്പിക്സ് ഗെയിമുകളുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? പേഗ് ഗ്രേസോ. ഓസ്ട്രേലിയൻ സൈക്ലിസ്റ്റ് ആയിട്ടുള്ള പേഗ് ഗ്രേസോ ആണ് പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ നേടുന്ന വ്യക്തി. ഇസു വെൽഡ്രോമിൽ 3000 മീറ്റർ C1 C3 ക്ലാസ് സൈക്ലിംഗിലാണ് പേഗ് ഗ്രേസോ സ്വർണ്ണ മെഡൽ നേടുന്നത്. ഇന്ന് ഓഗസ്റ്റ് 26 വിമൻസ് ഇക്വാലിറ്റി ഡേ ആയിട്ട് US ആചരിക്കുന്നു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.